ക്ഷമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പ്രാബല്യം നഷ്ടമാകാതെ ഉടൻ അനുവദിക്കണമെന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ മുഖ്യമന്ത്രിക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കും. ഒപ്പുശേഖരണത്തിന് തുടക്കമായി. ക്ഷാമാശ്വാസ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക പ്രാബല്യം നഷ്ടമാകാതെ ഉടൻ അനുവദിക്കുക, പ്രാബല്യത്തിലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ സ്വീകരിക്കുക, മെഡിസബ് സ്റ്റേറ്റ് ഇൻഷുറൻസ് വകുപ്പിനെ ഏൽപ്പിച്ച് ഫലപ്രദമാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള മുഖ്യമന്ത്രിക്ക് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ നൽകുന്ന മെമ്മോറാണ്ടത്തിന്റെ ഭാഗമായുള്ള ഒപ്പുശേഖരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ഹോസ്ദുർഗ് ട്രഷറിയിൽ ക്യാമ്പയിൻ ജോയിന്റ് കൗൺസിൽ ജില്ലാ ട്രഷറർ രാജൻ പി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ടിപ്പോൾ നമ്മൾക്കിപ്പോൾ 4 മാസത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതുവരെ ആയിട്ടും അതിനെക്കുറിച്ച് ഒരു സിറ്റിങ്ങോ ഒരു കമ്മീഷനെ നിയമിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരം നമ്മളെ നിയമസഭകളിലോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിസഭാ തലങ്ങളിലോ എവിടെയും ഒരു തീരുമാനമെടുക്കാത്ത അവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. കാരണം അതുകൊണ്ട് തന്നെ ഒരു പെൻഷനേഴ്സിന് കഴിഞ്ഞ തവണത്തെ പെൻഷനിൽ തന്നെ കിട്ടാനുള്ള കുടിശ്ശികകൾ ഇന്നും ബാക്കിയാണ്. ഒരുപാട് തുക പലർക്കും കിട്ടാനുണ്ട്. അതിൽ പലരും നമ്മളെ വിട്ടു പോയിരിക്കുകയാണ്. കാരണം ഒരു 25% പെൻഷനേഴ്സും ഇന്നിപ്പോൾ ആ തുക കിട്ടാതെ കുടിശ്ശികകൾ കൈപ്പറ്റാതെ മരിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എം കുഞ്ഞിക്കണ്ണൻ നായർ, പി മധുകുമാർ, കരുണാകരൻ രാമണീശ്വരം, രവീന്ദ്രൻ മാണിയാട്ട്, സി വി നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.